എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ കളി എന്തായിരുന്നു അല്ലേ? ശരിക്കും ഒരു ഗെയിം ഓഫ് മാർജിൻസ്. കളി കഴിഞ്ഞ് ആർസണൽ ഫാൻസൊക്കെ വണ്ടറടിച്ചിരിക്കുകയാ. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ ആർസണൽ കട്ട ആധിപത്യമായിരുന്നു. കളി തുടങ്ങിയ 6-ാം മിനിറ്റിൽ തന്നെ കായ് ഹവേർട്സ് ഒരു കിടിലൻ ഗോളടിച്ച് അവരെ മുന്നിലെത്തിച്ചതുമാണ്. പോരാത്തതിന് PSG-യുടെ മെയിൻ എഞ്ചിനായ വിറ്റീനിയയൊക്കെ ആർസണൽ മിഡ്ഫീൽഡ് ശരിക്കും ഷട്ട് ഡൗൺ ചെയ്ത് പൂട്ടിയതായിരുന്നു. ക്വാററ്റ്സ്കേലയ്ക്കും ഡെംബലയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി 1-2 മിനിറ്റായപ്പോഴേക്കും ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞ് റഫറി മൊസ്കേരയ്ക്ക് ഒരു സില്ലി യെല്ലോ കാർഡ് കൊടുത്തു. അതോടെ പുള്ളി പാനിക് ആയി. ആ പ്രഷറിലാണ് ബോക്സിനുള്ളിൽ ഒരു മിസ്റ്റേക്ക് പറ്റുന്നതും PSG-ക്ക് പെനാൽറ്റി കിട്ടുന്നതും. ഡെംബലെ അത് ഗോൾ ആക്കിയതോടെ സ്കോർ 1-1 ആയി. അതായിരുന്നു ശരിക്കും കളിയുടെ ടേണിംഗ് പോയിന്റ്. ആ ഒരൊറ്റ യെല്ലോ കാർഡിലാണ് കളി മാറിയതെന്ന് ആർസണൽ ഫാൻസ് ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ടൈമിലും കട്ടയ്ക്ക് നിന്നിട്ടാണ് കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയത്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ. ആർസണലിന്റെ എസെയും ഗബ്രിയേലും എടുത്ത കിക്ക് മിസ്സായി. അവരുടെ കീപ്പർ ഡേവിഡ് റയ 1-2 സൂപ്പർ സേവുകൾ നടത്തി കളി തിരിച്ചുപിടിക്കാൻ നോക്കിയതാണ്. പുള്ളി ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ആണെന്ന് തെളിയിച്ചു. പക്ഷേ ഭാഗ്യം PSG-യുടെ കൂടെയായിരുന്നു. ലാസ്റ്റ് കിക്ക് ബെറാൾഡോ ഗോൾ ആക്കിയതോടെ PSG കപ്പടിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആർസണൽ നന്നായി ഫൈറ്റ് ചെയ്തു. പക്ഷേ കപ്പടിക്കാനുള്ള ഭാഗ്യം PSG-ക്കായിരുന്നു. അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം അങ്ങനെ വീണ്ടും കൈവിട്ടുപോയി.